ഇത് എന്റെ പയ്യനാ കേട്ടോ സാറേ. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിലെ എന്റെ കൂട്ടുകാരനാ. സാറിന് മനസ്സിലായില്ലേ ഇവന്റെ പട്ടിയ സിനിമയിൽ എടുത്തേക്കുന്ന സാറ്? ഇവന് മനസ്സിലായില്ലേ? നിന്നെ തന്നെ മനസ്സിലായില്ല, പിന്നെയല്ലേ അവനെ? ആരാ? അല്ല സാറേ, സാറിന്റെ ഒരു സിനിമയില്ലായിരുന്നു നമ്മുടെ വയറ്റിലെ ഷൂട്ട് കിടന്ന അടയ്ക്കാക്കുരുവിക്ക് 6-ാം മാസം എന്ന് പറഞ്ഞ സിനിമ? എന്റെ 15-ാമത്തെ ആ സിനിമയിൽ ഞാൻ അവസരം ചോദിച്ചു വന്നപ്പോ സാർ എന്നെ ഒരു മടലിനടിച്ചു. ഇവിടെ ദാണ്ട് ഈ ദേഹത്തായിട്ട് ദാണ്ട് ഇവിടെ. ഓഹോ, ഒരു അവാർഡൊക്കെ കൊണ്ടു നടക്കണോ? അല്ല, ഇത് കൊണ്ടു നടക്കണ്ടല്ലോ, അവിടെ കിടന്നോളൂ സാറേ. ഇത് അങ്ങനെ അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സാറേ. ആ സിനിമ നല്ല സിനിമയായിരുന്നു കേട്ടോ. നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് പേടിച്ചിങ്ങനെ വിറച്ചു. ഓ അയ്യോ, അത് ഹൊറർ സിനിമ അല്ലല്ലോ പേടിക്ക് വരക്കാൻ. ഒറ്റയ്ക്ക് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടാ പിന്നെ അല്ല, ആരെങ്കിലും വേണ്ട ഒരു സിനിമ എടുത്ത് വെച്ചേക്കുന്നു. സാറേ, നായിക അതിലൊരു മെലിഞ്ഞൊരു കുട്ടിയല്ലേ സാറേ നായിക? നല്ല വെളുത്ത കുട്ടി. ഈ കുട്ടി സാറിനെ കന്നത്തടിച്ചു സാറേ. അയ്യോ, അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സംഭവല്ലേ? അതായത് എന്റെ കവിളത്തെ ഒരു കൊതുക് വന്നിരുന്നു. ആ കുട്ടി ഇങ്ങനെ കൊതുകിനെ തല്ലിക്കൊന്നു, അല്ലാതെ എന്നെ അടിച്ചതല്ല. അങ്ങനെ പറഞ്ഞ് വിവാദമായിട്ടുണ്ട് സംഭവം. കൊതുകിന്റെ കഥയൊക്കെ നല്ലതാ സാറാ. ഇപ്പൊ ആ നടിയുടെ 2 കൊച്ചുങ്ങൾക്ക് ചിലവിന് കൊടുക്കുന്ന ഒരു കിംബദന്തിയുണ്ട്. സംഭവം നടക്കട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊതുകിന്റെ കഥയെല്ലാം നല്ലതാ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ എന്റെ പട്ടി ഒരു കൊച്ചു സെലിബ്രിറ്റി അല്ലേ? ആയില്ലല്ലോ. ആവുമല്ലോ. അല്ല, ആവുമല്ലോ സാറേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പട്ടിക്കും കൂടെ പോവാൻ വേണ്ടിട്ട് ഒരു തണുപ്പൻ വണ്ടി വേണം. തണുപ്പൻ വണ്ടിയോ? ഓ, അതെന്നാ സാധനം തണുപ്പൻ മാറേ. ഒരു സിനിമാക്കാരനോട് സംസാരിക്കണം, അങ്ങനെ തണുപ്പം വണ്ടി അത് വേണ്ടേ നമുക്ക്? നാട്ടിലൊരു സിനിമാക്കാരുള്ളപ്പോ നിനക്ക് എന്റെ അടുത്ത് ചോദിച്ചോളൂ. ഇതൊക്കെ മറിഞ്ഞ് മനസ്സിലാക്കി വെക്കണ്ടേ? ഇതൊക്കെ ചോദ്യം പുള്ളി ഉദ്ദേശം വേറൊന്നുമില്ല. നമ്മൾ ഈ ഗോവയെന്നൊക്കെ ഈ മീനും കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ സാറേ, ഈ പിറകു വശത്തൊന്നും ഒരു സീറ്റും ഇല്ലാത്ത വണ്ടിയില്ലേ? നല്ല തണുപ്പ് കാഴ്ചയൊക്കെ ആയിട്ട് വരുന്ന വണ്ടി. ഈ സിനിമാക്കാര് കയറി ഒളിച്ചിരിക്കുന്ന സ്ഥലേ വാഗമൺ. തന്റെ പട്ടിയെ കൊണ്ടുവന്നത് ചുമ്മാ വെറുതെ ഒന്നുമില്ല. അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അറിയാമോ? ഒരു കാരണവശാലും അവൻ തിന്നൂല. നിങ്ങൾക്ക് അറിഞ്ഞൂല, മുട്ട പപ്സ് വെച്ചു കൊടുത്തോക്കാണ് അവൻ കപ്പി അടിക്കും. അവൻ ഇതൊക്കെ എന്റെ കുമാർ ഇത് എന്ത് സംസാരിച്ചേ? അവൻ തിന്നൂലളിയാ. നീ കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണ്ടേ? നാട്ടിലൊരു സിനിമാക്കാരുള്ളപ്പോ നിനക്ക് ചോദിച്ചൂടെ കാര്യങ്ങൾ? എന്തോ നീ പറഞ്ഞത്? മുട്ട പപ്സ്. സോറി. സാറേ, ഈ കക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ലാലു അലക്സ് സാറിന്റെ അനിയനല്ലേ, VP അലക്സ്. നല്ല പൂച്ച കണ്ണൊക്കെ ആയിട്ട് നല്ല വെളുത്തൊരു സുന്ദര മനുഷ്യൻ. വന്നതും നിന്നതും എല്ലാം കണക്കാണ്. അല്ല, അതല്ലേ സാർ ഉദ്ദേശിച്ച? അതല്ലേ പട്ടിയെ സിനിമയിലോട്ട് വിടും. സിനിമയെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ആക്ഷൻ കേട്ട് അറിയാവോ? അത് മനസ്സിലാക്കണം, അതെങ്കിലും മനസ്സിലാക്കണം. സാർ പറഞ്ഞു കേട്ടില്ല, അത് മനസ്സിലാക്കണം. കൊച്ചിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട്. അല്ല സാറേ, 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു സ്പൂണിലെടുത്ത് ഇങ്ങനെ കഴിക്കണം. എന്ത് രസമാണെന്നറിയോ? വലിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതെന്തോന്നാ പാഷൻ ഫ്രൂട്ട് അല്ലേ സാറേ? നിനക്ക് പണ്ടൊരു സാധനം കിട്ടിയില്ല ഇവിടെ, അതിനെ വേണോ? അല്ല സാറേ, അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല സാറ്, നമ്മൾ അറിഞ്ഞൂടാത്ത പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ സാറേ നമ്മള്? അത് വേണം. തനിക്കെല്ലാം മനസ്സിലായില്ലല്ലേ? അല്ലല്ല, ഞാൻ നിസ്സാര ഒരു സിനിമയിലെ ആളല്ല. ഡയറക്റ്റാണ്, സംവിധാനമാണ്, പാട്ടൊന്നും രചയിതാവണം. എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. കുമാര, സാറിനെ കുറിച്ച് നിനക്ക് അറിയുന്നു. സാർ ആരാന്നറിയോ? കഥ, രചന, സംവിധാനം, നടന്മാര് കഴിച്ചിട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ, ആഹാരങ്ങൾ എടുത്തോണ്ട് പോയി ഒളിച്ചു വെച്ച് കഴിക്കും. പിന്നെ ഈ പെണ്ണുങ്ങളെ ബിഗ് എടുത്തോണ്ട് പോയി സ്വന്തം പെണ്ണുപിള്ളയ്ക്ക് കൊടുക്കും. ഇതെല്ലാം ഉണ്ട്, എല്ലാം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാറിനെ പറ്റിയാണോ ഈ അനാവശ്യം പറയുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കണം. വീട്ടിൽ വന്നേക്കുന്ന ആരാന്ന്? എന്റെ കണ്ണുമുന്നിൽ വേടാ. അല്ല സാർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാര്യം പറഞ്ഞതേ ഉള്ളൂ. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മളെ ഈ ഹോളിവുഡിലെ നമ്മളെ കിങ്കാനയ്ക്ക് എത്ര ശമ്പളം വരും സാറേ? കിങ്കോനയോ? മറ്റേ ജിങ്കാന ഇല്ലേ അളിയാമല? സാറേ, അത് വേറൊന്നും അല്ല, വിഷയമാക്കി എടുക്കണ്ട. ഈ വീട്ടിലെ പട്ടിക്ക് പെട്ടെന്ന് സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രജ്ഞ കട്ടായിട്ട് വന്ന ജിങ്കാനയാണ്. അത് വിഷയമാക്കി എടുക്കണ്ട. ജിങ്കാന അങ്ങനെയല്ലേ? ജിങ്കാനൊക്കെ അതെ, ഷാരൂഖ് ഖാനാ ഉദ്ദേശിച്ചത്. അത് തന്നെ. ഷാരൂഖ് ഖാന് എത്ര രൂപ ശമ്പളം കൊടുക്കുന്നത്? ശമ്പളം ഒന്നും കൊടുക്കത്തില്ല. പിന്നെ 3-2 പൊരിച്ച മീനും കൊടുക്കും. അല്ല, അങ്ങനെയൊന്നും പറയാം. എന്ത് സംസാരം സാറേ? ഷാരൂഖ് ഖാന്റെ ഭക്ഷണ രീതി, ശമ്പളമൊക്കെയാണ് ചോദിക്കേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സാറേ? കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ കടിച്ചാ പൊട്ടാത്ത ഹിന്ദി പറയുന്ന കക്ഷിക്ക് എങ്ങനെയായാലും ഒരു 2000 രൂപയും ഒരു മപ്പാസെങ്കിലും കൊടുക്കണ്ടേ നമ്മള്? കൊടുക്കുന്നുണ്ടോ സാറേ? അല്ല, ഞാൻ ചോദിച്ചതാണ് സാറേ. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ജിത്തു സാർ വിളിക്കുന്നേ. സാറേ നമസ്കാരം. ജിത്തു സാർ, ഞാൻ ദൃശ്യം 3 സാറിനോട് അവസരം ചോദിച്ചായിരുന്നു. സാറുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിയിട്ട്. കുണ്ട്ര സത്യനോ? അയ്യോ, എന്നെ ചോദിക്കുന്നു. എന്റെ അടുത്ത് പെടും സാറേ. ശരി, ഓക്കെ. ഞാൻ ചോദിക്കാം, ഈ പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഇല്ല. ആ സാറേ, വിദേശത്തായിരിക്കും. പാസ്പോർട്ട് ഇല്ല സാറേ. ഓക്കെ സാറേ, ഓക്കെ. ശരി സാർ. സാറ് എന്താ അന്വേഷിച്ച? എനിക്ക് അവസരവും അത് വേറൊന്നും കൊണ്ടല്ല.
ദൃശ്യം 3 ഷൂട്ടിങ്ങേ ആ. ഇവളുടെ ശല്യം കാരണം ഗൾഫിൽ വെച്ചാ അപ്പൊ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ വിളിച്ചത്. നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ ഒരു സിനിമയുടെ നായകനായിട്ട് അഭിനയിച്ചില്ലേ? ഞാൻ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച് സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സീൻ എല്ലാം നല്ലതുപോലെ ചെയ്തു വന്ന സമയത്ത് സംഘടനം ഭയങ്കര അടിയടക്കുന്ന സീൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഡൂപ്പ് വേണമെന്ന്. അത് വേണം, അത് വേണം. പറയും, നമ്മൾ പറയും, മുഖത്ത് നോക്കി പറയും എനിക്ക് ഡൂപ്പ് ഉണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഡൂപ്പാണ് ഇപ്പൊ ആ സിനിമയിലെ നായകൻ. അവൻ നന്നായിട്ട് ചെയ്യുന്നു, എന്നെ കാട്ടി കിടിലായിട്ട് ചെയ്യുന്നു, നല്ല വേഷം ചെയ്യുന്നു. ഇവള് ഞാൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ജോലി വാങ്ങിച്ചു കൊടുത്താ അവനത് അവിടെ വന്നാപ്പോരെ. പിന്നെ എന്റെ കയ്യിൽ കാശും പോയി. അതെങ്ങനെയാണ് സാറിന്റെ കയ്യിലോ കാശ് കൊണ്ട് അവൻ ജോലി ചെയ്യുമ്പോ? ഡയറക്ടർ പാക്കപ്പിൽ പറയുമ്പോൾ ഉഗ്ര ഒരു പാക്കപ്പിൽ ഉണ്ടാക്കി വെച്ചവിടെ എന്റെ പൊന്നേ. എന്റെ കയ്യിൽ നിന്ന് പൈസ പോയി. അല്ല ഞാൻ അപ്പോഴും സാറിന് മാത്രമേ എത്ര പുച്ഛമുള്ളൂ. ജോഷി സാറ് എന്നെ ഇന്നലെ 2 മണിക്കൂറാണ് ഞാനും സാറും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് വിടുമായിരുന്നു. ജോസ് സാർ വിളിച്ചിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്തു. നല്ലൊരു സംവിധാനം വിളിക്കുമ്പോ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത്? പിന്നെ 2 മണിക്കൂർ നിർത്താതെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫോൺ ആദ്യം കട്ട് ചെയ്താൽ പോരായിരുന്നു. പുതുമ ഉണ്ടാന്ന് അറിയണമല്ലോ വിളിക്കുന്ന തെറിയിൽ. ഇത് എന്നും കേട്ടോണ്ടിരിക്കുമ്പോഴേ സാറേ നമുക്ക് ഈ ഷൂട്ടിന്റെ ഡേറ്റ് എന്നായിരിക്കും? അത് അടുത്ത മാസത്തേനാ. ഈ അടുത്ത മാസം എന്ന് പറയുമ്പോൾ വലിയ പാടാണ് സാറേ. ഈ മാസം തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത മാസം. എന്താ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഈ കന്നിമാസമാണ്. പട്ടികൾ 4 വഴിക്ക് ഓടും. നമുക്ക് ഷൂട്ട് അടക്കുമ്പോൾ ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അറിയാൻ പറ്റും, പിടിച്ചാൽ നിൽക്കൂല ഈ പട്ടികൾ. പട്ടി വെച്ചുള്ള പടമല്ലേ സാർ ചെയ്യുന്നത്? അതെ ശരിയാണ്, അളിയൻ പറഞ്ഞത് കറക്റ്റ് ആണ് സാറേ. അഭിനയം മാത്രമല്ല വേറെ എന്തെങ്കിലും. ആള് വിളിക്കുന്നുണ്ട് കേട്ടോ. മഹേഷ് വിളിക്കുന്നു ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഈ നാട്ടിൽ നമ്മുടെ ഞാനോ അല്ല ഞാൻ പറയാൻ വേണ്ടി. പറഞ്ഞു ഹായ്, ഞാനിപ്പോ പൊറഞ്ചു സാറിന്റെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അല്ല, പൊറഞ്ചു സാറ് അടുത്തുണ്ട്. ആശംസ എന്ന് പറയുന്നത് കേശവപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൈൽസിന്റെ അസുഖത്തിന് ഓപ്പറേഷനായി കാത്തു കിടക്കുന്ന മഹേഷിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. അടിച്ച് പൊളിച്ചടിക്കുക, അടിച്ച് കയറി വാ മോനെ. ഓക്കെ സാർ. അയ്യോ വീഡിയോ കിട്ടിയില്ല. ഇതൊക്കെ പറ്റുള്ളൂ. അല്ല സാർ, നമ്മളെ വീഡിയോ കിട്ടിയില്ല സാർ. സാർ ഒന്ന് ഷൂട്ട് ചെയ്യൂ സാർ. ഇത് കിട്ടിയില്ല. ഞാനോ ഇത് വെച്ചെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് എന്റെ മുഖം. ഹായ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൈൽസിന്റെ ഓപ്പറേഷന് വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൈൽസിന്റെ ഓപ്പറേഷന് വേണ്ടി കിടക്കുന്ന മഹേഷിന് എല്ലാവിധ ആശംസ. നീ എന്താ പറയണമെന്ന് പറഞ്ഞു? ഇല്ല, അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു.